നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം, അത്രേ ഉള്ളൂ. അരക്ക് താഴെ കഴിക്കുന്നു, അരക്ക് താഴെ കഴിക്കുക. ഇത് തുറന്നപ്പോ ഏത് നിലയിലായിരുന്നു? മേലത്തെ സ്രാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മൂന്ന് സൈഡ് ഫ്രണ്ടില് 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഭസ്മം കഴുത്തുവരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായത്. സമാധിയായ ഈ ഒരു വിഷയം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ തെളിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോപൻ സ്വാമി മരിച്ചു എന്ന് പറയുന്ന ആ ഒരു സമയം, അതായത് 11:15 ഗോപൻ സ്വാമി മരിച്ചു എന്നാണ് കുടുംബം അവകാശപ്പെടുന്നത്. മക്കൾ 11:15 ഗോപൻ സ്വാമി പറഞ്ഞ പോലെ ഇങ്ങനെ ജീവൻ മുകളിലോട്ട് കൊണ്ടുപോയി തലയുടെ മുകളിൽ കൊണ്ടുപോയി സമാധിയാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. സോ പോസ്റ്റ്മോർട്ടത്തിൽ ഈ പറഞ്ഞ പോലെ 7 ദിവസമായപ്പോൾ അഴുകാത്ത രീതിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇത്രയും അധികം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം വലിയ രീതിയിൽ അഴുകിയിട്ടില്ല. സാധാരണഗതിയിലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ അഴുകുമായിരുന്നു, എന്നാൽ അത്ര കണ്ട് അഴുകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖമൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും ശ്വാസകോശത്തിന്റെ പരിശോധന വളരെ വിദഗ്ധമായി വളരെ പെട്ടെന്ന് ഫോറൻസിക് വിദഗ്ധർക്ക് നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 11:15 ഇദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞത് ശരിയാണെന്ന് വരും. എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല. 11:15 എന്ന് പറയുന്ന ഈ ഒരു സമയം കുടുംബം പറയുമ്പോൾ ഒരുപക്ഷെ ഓടുന്ന പെട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന രീതിയിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായാലോ എന്ന് ഭയന്ന് ഒരുപക്ഷെ ഗോപൻ സ്വാമി ഇരുത്തിയതിനു ശേഷം സ്വാഭാവികമായും ഇദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു, അതിനുശേഷം ഇതിനുള്ളിൽപ്പെട്ട് മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇതിനകത്ത് കുറച്ച് ഓക്സിജൻ നിലനിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ വാർത്തതിന് ശേഷവും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കാം ഒരുപക്ഷെ ഗോപൻ സ്വാമി മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ 11:15 എന്ന് പറയുന്ന ഈ ഒരു സമയം ഏതാണ്ട് 1 മണി 2 മണി ആകാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 1 മണിക്ക് ശേഷമോ 2 മണിക്ക് ശേഷമോ ആണ് മരണം ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാകുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു കൊലപാതകമാണെന്ന് തന്നെ നമുക്ക് അനുശ്വാസിക്കാം. അവിടെ വലിയൊരു വിദഗ്ധമായ ഒരു പ്ലേ ഈ മക്കൾ കളിക്കാനുള്ള സാധ്യതയായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ 11:15 എന്നുള്ള സമയം പറഞ്ഞത് ഒരുപക്ഷെ കള്ളത്തരമാവുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹത്തെ അടക്കുന്ന സമയം, ഈ സമാധി ക്ലോസ് ചെയ്യുന്ന സമയം, സ്ലാബ് വെച്ച് ക്ലോസ് ചെയ്യുന്ന സമയം ഒരുപക്ഷെ 9 മണിയോ 9:30 ആണെന്നിരിക്കെ, യഥാർത്ഥ ആ സമയമാണെന്നിരിക്കെ ഇവർ പോലീസിനോടും അല്ലെങ്കിൽ നാട്ടുകാരോടും കള്ളം പറയുന്നു 11:15 ആണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ വീണ്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ശ്വാസം മുട്ടിയാണോ അല്ലാതെയാണോ എന്ന് വളരെ വിദഗ്ധമായി 7 ദിവസമായി ഈ ബോഡിയിൽ നിന്ന് വളരെ വിദഗ്ധമായി അറിയാൻ സാധിക്കും. ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് വരികയാണെങ്കിൽ തീർച്ചയായും അത് കൊലപാതകമാണെന്ന് 100% ഉറപ്പിക്കുകയും മക്കളും തള്ളയും ഉൾപ്പെടെ ജയിലിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. മുഖം തിരിച്ചറിയാം, പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷെ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം, എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. ഇവിടെ പ്രധാനമായും സംശയം തോന്നുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, അതേതാണ്ട് 1000 രൂപയുടെ സാധനങ്ങൾ വരും. ഇത് എവിടെയാണ് ഇവർ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നത്? എത്ര നാൾ മുമ്പാണ് ഇത്തരം ഒരു കളക്ഷൻ, അതായത് ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്? എവിടെ നിന്നാണ് വാങ്ങിയത്? ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അച്ഛനെ സമാധിയാക്കണമെന്നുള്ളൊരു പ്ലാനിങ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ ഇടയിൽ തുടങ്ങിയെന്ന് വളരെ വ്യക്തമായി ആർക്കും സംശയം തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സുഗന്ധദ്രവ്യങ്ങൾ വളരെ പെട്ടെന്ന് പൊടുന്നനെ അച്ഛൻ സമാധി ആവുന്ന ആ ഒരു ടൈമിൽ പോയി മേടിച്ചതാണെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. ഒത്തിരി അധികം സാധനങ്ങൾ ഉപയോഗിച്ചതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല, ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. കർപ്പൂരത്തിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. അപ്പൊ മൃതദേഹം നമുക്ക് ഫോണെല്ലാം അവര് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നല്ലേ? ഇരിക്കുന്ന അവസ്ഥയില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്? അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം, പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി
ആണ് കൊണ്ടുപോയി ആദ്യം സാന്നിധ്യം. ഇല്ലല്ല, പക്ഷെ വായു മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു. സോ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ കുടുംബത്തിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതായത് 40 ദിവസത്തിന് ശേഷമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാവൂ എന്നവർ വാശി പിടിച്ചത്. കാരണം ഇത് അഴുകാൻ തന്നെ കുറച്ചധികം സമയമെടുക്കുമെന്ന് കുടുംബത്തിന് അറിയാമായിരുന്നു. അതായത് ഇത്രയും അധികം ഭസ്മവും കാര്യങ്ങളും ഇത്ര സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും 2 ആഴ്ച അതിൽ കൂടുതലോ ദിവസങ്ങൾ അഴുകാതെ ഇരിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു ഒറ്റ സംഭവം, അതായത് ഈ മരണ സമയം തിരിച്ചറിയുന്നതിലൂടെ തന്നെ ഈ ഒരു കേസിന് ഏറ്റവും വലിയ തുമ്പുണ്ടാവും. എന്നാൽ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ഒരു കള്ളക്കളി ഈ മകനടക്കം കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയും പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യം തന്നെയായി മാറുന്നത്. എന്നാൽ തന്നെയും 99% ഇത് ശ്വാസം മുട്ടി മരിച്ചിരിക്കാനാണ് സാധ്യത. ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ ഈ കേസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഈ വ്യക്തി മാസങ്ങളായി കിടപ്പിലായിരുന്നു. കഴിഞ്ഞ മാസം കാണാൻ ചെന്നപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ലെന്ന് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണാം. ഞാൻ 1 മാസം മുമ്പ് ഇവിടെ വന്നു. ഇയാൾ അതിനെത്തി വന്നപ്പോ ഭാര്യയും മോനും പറഞ്ഞ് അച്ഛന് കണ്ണുകൊണ്ടുവന്നു. ആ മനുഷ്യൻ എങ്ങനെ പോയി ഇവിടെ പോയി ഇരുന്നത്? അതാണ് എനിക്ക് കാഴ്ചയില്ലായിരുന്നു. എഴുന്നേറ്റ് നടക്കുവാനും അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ചോദിക്കുന്നേ? അപ്പോൾ ചേട്ടന്റെ ഒരു ഊഹം എന്താണ്? ഇതെങ്ങനെയായിരിക്കും നടന്നിട്ടുള്ളത്? എടുത്തുകൊണ്ട് പൂഞ്ഞത് ജീവനോടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ജീവനോടല്ല, മരിച്ച ശേഷം കൊണ്ടാക്കിയിരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതകൾ, എന്തെങ്കിലും സംശയങ്ങൾ അവർക്ക് അറിയാവൂ. എനിക്കറിഞ്ഞൂടല്ലോ. ഞാൻ അവരുടെ വീട്ടിലല്ലേ കിടപ്പ്. ഞാൻ എന്റെ വീട്ടിലല്ലേ കിടക്കണേ. പക്ഷെ എന്തെങ്കിലും ദുരുപയോഗമുണ്ട്. ഗോപൻ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് കഴിഞ്ഞ മാസം പോലും എണീറ്റ് നടക്കാൻ പ്രാപ്തിയില്ലാത്ത, കണ്ണ് കാണാത്ത ഈ ഗോപൻ സ്വാമി സ്വമേധയാ ഇതുപോലെ വന്ന് ഇരുന്നുവെന്ന് ആർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ മൂത്ത മകനെ ഇതേപോലെ സമാധിയാക്കിയെന്നൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലൊരു രീതി ഇവരുടെ കുടുംബത്തിന് പൊതുവെ ഉണ്ടായതുകൊണ്ട് ഈ രീതിയിൽ കിടക്കുന്ന ഗോപൻ സ്വാമി, അതായത് അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന ഗോപൻ സ്വാമിയോട് ഇവർ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കാം. ഒരുപക്ഷെ ഗോപൻ സ്വാമി ഇത്തരം ഒരു ആഗ്രഹം, അതായത് താൻ മരിക്കുകയാണെങ്കിൽ തന്നെ സമാധിയാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇവരോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. സോ അത്തരത്തിലൊരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മുൻകൈ എടുത്ത് മരിക്കാതിരുന്ന ഗോപൻ സ്വാമിയെ, അർത്ഥബോധാവസ്ഥയിലുള്ള ഗോപൻ സ്വാമിയെ എടുത്തുകൊണ്ട് പോയി സ്വാമിയെ കൊണ്ട് നിർബന്ധിച്ച് ഒരു പക്ഷേ ഈ രീതിയിൽ ഇരുത്തിച്ചതാവാം. ഇരുത്തിച്ചതിന് ശേഷം ഇതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ, അതായത് കഴുത്തൊപ്പം വരെ ഭസ്മവും കാര്യങ്ങളൊക്കെ ഇടുന്നു. അതിനുശേഷം ഇവർ പടിപടിയായി ഈ ഒരു സ്ലാബൊക്കെ ഇട്ടെന്ന് മൂടുന്നു. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് 11-15 ഇദ്ദേഹത്തിന്റെ സ്ലാബ് മൂടിയതെങ്കിൽ ഇദ്ദേഹം സ്വാഭാവികമായും 12 മണി അല്ലെങ്കിൽ 1 മണി 2 മണി വരെ അവിടെ എങ്കിലും അവിടെ വായു, ഓക്സിജൻ സഞ്ചാരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന്റെ വാ തുറന്നിരുന്നയായിരുന്നു പറയുന്നത്. ഒരുപക്ഷെ ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെട്ട് ഇദ്ദേഹം മരിച്ചിരിക്കാനാണ് ചാൻസ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വളരെ വ്യക്തമായി ഈ വലിയ രീതിയിൽ അഴുകാത്ത ഈ ബോഡിയിൽ നിന്ന് അത് ഫോറൻസിക് വിദഗ്ധർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏറ്റവും വലിയ തെളിവായി തന്നെ അത് അവശേഷിക്കും. ഒരുപക്ഷെ സിനിമകളൊക്കെ കണ്ടിട്ട്, ദൃശ്യം സിനിമകളൊക്കെ കണ്ടിട്ട് അതിന്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വെച്ച് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഈ മക്കൾ മെനഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഫോറൻസിക് വിദഗ്ധർക്ക് ഇത് തെളിയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 99.9% ഇതൊരു കൊലപാതകമാവാൻ തന്നെയാണ് ചാൻസ്. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.